ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഒടുവിൽ സൗദി അറേബ്യ സമ്മതിച്ചു. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ ഓഫീസിൽ നിന്ന് തന്നെ ഇറാൻ അമേരിക്കൻ ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യ ചർച്ച നടത്തുന്നതാണ് തങ്ങൾക്ക് താല്പര്യമെന്നും അതിന് സൗദി ശ്രമിക്കണമെന്നുള്ള ഒരു അഭിപ്രായം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വന്നത്. ഈ അഭിപ്രായം വന്നതിനോടനുബന്ധിച്ച് കൃത്യമായിരിക്കുന്ന മറുപടിയൊന്നും സൗദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ അറബ് ചാനലിലെ ചില പ്രാദേശിക റിപ്പോർട്ടിലൊക്കെ കാണുന്നു അതിന് സൗദി അറേബ്യ തയ്യാറായിട്ടുണ്ട് എന്ന തരത്തിലാണ്. ഒമാനുമായിട്ടുള്ള മൂന്നാം ഘട്ട ചർച്ച നടത്തിയതിനു ശേഷം സൗദി അറേബ്യ നേരിട്ട് ഇറാൻ സന്ദർശിച്ചുകൊണ്ട് ചർച്ച നടത്താനാണ് സാധ്യത എന്നും വിലയിരുത്തുന്നു. ഈ വിഷയത്തിന് ഇറാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന തരത്തിലാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. നിർദ്ദേശങ്ങൾ അവർക്ക് സമക്ഷം പറയുകയോ അല്ലെ സമർപ്പിക്കുകയോ ചെയ്യുമെന്നും അവരുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൈമാറുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന തരത്തിലാണ് സൗദിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പറയുന്നത്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ചില കർക്കശമായിരിക്കുന്ന നിലപാടുകൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുള്ളത് ഇറാൻ സമ്മതിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. എന്നാൽ മേഖല ഒരു യുദ്ധത്തിലേക്ക് എത്തുന്നത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയമാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകുന്ന സാഹചര്യം വന്നാൽ അതിന് ഏറ്റവും വലിയ കെടുതികളും ദുരന്തങ്ങളും അനുഭവിക്കുക മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ്. അതിൻ്റെ കാര്യം മുൻപ് തന്നെ ഇറാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തങ്ങളുടെ രാജ്യത്തിന് നേരെ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, മുൻപ് ഇറാഖിൽ നിന്ന് ആക്രമണം നടത്തിയ സമയത്ത് തങ്ങൾ എങ്ങനെയാണോ തിരിച്ചടിച്ചത്, സമാനമായിരിക്കുന്ന സ്ഥിതി മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ രാജ്യങ്ങളിലും ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പ് ഇറാൻ മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൽ നിന്ന് ഒരു വിമാന യുദ്ധം പോലെയോ അതല്ലെങ്കിൽ ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കപ്പൽ യുദ്ധം പോലെയുള്ള സംവിധാനം കൊണ്ട് ഇറാനെ ആക്രമിക്കുക വളരെ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ്. കാര്യം യമന് നേരെയുള്ള ആക്രമണത്തെ പോലും കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ വ്യോമ സൈനിക മേധാവികൾക്കോ സംവിധാനത്തിനോ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഇറാനെ പ്രതിരോധിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള അല്ലെ ശ്രമകരമായിരിക്കുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് യുദ്ധം എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതിരിക്കാനാണ് അമേരിക്കക്ക് താല്പര്യം. ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അറബ് രാജ്യങ്ങളിലുള്ള തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ഇറാനെ ആക്രമിക്കാനാണ് താല്പര്യം എന്ന് ഇതിനു മുൻപ് തന്നെ അമേരിക്ക സൂചന നൽകിയിരുന്നു. ഈ സൂചന വന്നതോടുകൂടി മിഡിൽ ഈസ്റ്റ് വലിയൊരു യുദ്ധ മേഖലയായി മാറാനുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ സന്നദ്ധത പ്രകടിപ്പിച്ചത് എന്നാണ് ആ റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് പറയുന്നത്. ഇത്തരം വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി അമേരിക്കയും ഇറാനും തമ്മിലുള്ള വിഷയത്തിൽ, ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടാൻ സൗദി അറേബ്യക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷേ ഒരു യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ ഇറാഖും അമേരിക്കയും തമ്മിൽ യുദ്ധമുണ്ടായിരുന്ന കാലത്ത് മിഡിൽ ഈസ്റ്റിൻ്റെ സാഹചര്യങ്ങളും അതിൻ്റെ അവസ്ഥകളും വലിയ രീതിയിൽ പരിതാപകരമായിരുന്നു. സാമ്പത്തികം തകർന്നിരുന്നു. സുരക്ഷാ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ വലിയ ഭയപ്പാടുള്ള കാര്യമായിരുന്നു. കാര്യം ഇറാഖ് സൗദി അറേബ്യ ആക്രമിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് അറബ് രാജ്യങ്ങളെ, UAE അടക്കമുള്ള രാജ്യങ്ങളെ ആക്രമിച്ചിരുന്നു. 4 പ്രാവശ്യമെങ്കിലും ഇറാഖിൽ നിന്ന് സൗദിക്ക് നേരെ, സൗദിയുടെ റിയാദ് തലസ്ഥാനമായിരിക്കുന്ന റിയാദിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. സ്കഡ് മിസൈലും പാട്രിയറ്റ് മിസൈലൊക്കെ പായിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയും ചിലതൊക്കെ പാട്രിയറ്റ് കൊണ്ട് പ്രതിരോധിച്ചു എന്നൊക്കെ പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബിൽഡിങ്ങുകളൊക്കെ 3 നില ബിൽഡിങ് ഈ മിസൈൽ ആക്രമണത്താൽ ഒടിഞ്ഞു തൂങ്ങിക്കിടന്നത് വർഷങ്ങളോളം അങ്ങനെ തന്നെ റിയാദിൻ്റെ നഗരത്തിൽ കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ജോലിക്ക് പോകുന്ന റൂട്ടിലാണ് ഈ ബിൽഡിംഗ് ഉണ്ടായിരുന്നത്. അവിടെ ആൾതാമസമുള്ള വീടായിരുന്നു. കുറച്ച് ആൾക്കാർക്ക് അന്ന് പരിക്ക് പറ്റിയ വിവരങ്ങളൊക്കെയാണ് പുറത്തു വന്നത്. പിന്നീട് ആ ബിൽഡിങ്ങുകൾ ഒന്നും തകർക്കാതെ വർഷങ്ങളോളം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ യാത്രാ റൂട്ടിൻ്റെ ഭാഗമായതുകൊണ്ട് എല്ലാ സമയത്തും അത് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. പിന്നെ ഒടുവിലാണ് അത് തകർക്കപ്പെട്ടത്. അത് തങ്ങളുടെ രാജ്യത്തിന് നേരെ ഇറാഖ് നടത്തിയ ആക്രമണം ലോകം കാണണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൗദി സർക്കാർ അത് പൊളിക്കാതെ സംരക്ഷിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. സമാനമായ സ്ഥിതി കുവൈത്തിൻ്റെയും സൗദി അറേബ്യയുടെ അതിർത്തിയായ അൽഖബ്ജി എന്ന് പറയുന്ന സ്ഥലത്ത് ഇറാഖിൻ്റെ സൈനികരിൽ നിന്ന് പിടിക്കപ്പെട്ട ഒരുപാട് വെടിക്കോപ്പുകളും അതിൻ്റെ സംവിധാനവും കവചിത വാഹനങ്ങളും ഒക്കെ സൗദിയുടെ മിലിറ്ററി പിടിച്ചെടുത്ത് അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. അതിപ്പോഴും അവിടെ ഉണ്ട്.
അപ്പോൾ അത് കാര്യമെന്ന് പറയാൻ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് ഇറാഖ് സൈന്യം കയറിയിട്ടുണ്ട് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തെളിവ് സഹിതം അവരത് സംരക്ഷിക്കുന്നത്. ഇപ്പോൾ പോയാലും അത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയം മാറുകയാണെങ്കിൽ വരാനുള്ള സാധ്യത മനസ്സിലാക്കുന്നു. ആ സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ അമേരിക്കയുടെയും ഇറാൻ്റെയും അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുകയാണെങ്കിൽ തങ്ങൾക്ക് അതിൽ വലിയ സന്തോഷമാണ് എന്നുള്ള കാര്യമാണ് സൗദി അറേബ്യ പറഞ്ഞത്. അപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളും പരിശോധിക്കാനും അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റവും ഒടുവിലെത്തത് പോലും നിർത്തിവെക്കാനുമുള്ള നിർദ്ദേശമുണ്ടാവണം. കരാർ വ്യവസ്ഥ ഉണ്ടാക്കണം. ഈ കരാർ വ്യവസ്ഥയിൽ വളരെ പ്രധാനമായിരിക്കുന്ന ചില കരാറുകൾ അമേരിക്ക മുന്നോട്ട് വെക്കും. ആ മുന്നോട്ട് വെക്കുന്ന കരാറുകൾ അങ്ങനെ തന്നെ ഇറാൻ പാലിക്കണം. ഇതാണ് അമേരിക്ക ആദ്യഘട്ടത്തിൽ ഒമാനുമായിട്ടുള്ള ചർച്ചയോടനുബന്ധിച്ച് തന്നെ അമേരിക്കയുടെ പ്രതിനിധി പറയപ്പെട്ടത്. ഇതേ അഭിപ്രായം തന്നെയായിരുന്നു ഇറ്റലി നടത്തിയിരിക്കുന്ന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടും അമേരിക്ക പ്രതിനിധി പറഞ്ഞത്. ഇറാൻ അതിന് രണ്ട് ഭാഗത്തും മറുപടി പറഞ്ഞത് തങ്ങളുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പരമാധികാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി അമേരിക്ക സമ്മതിക്കില്ല. അങ്ങനെ വരികയാണെങ്കിൽ, അതായത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖല പരിശോധിക്കുകയും അതിൻ്റെ എല്ലാ പ്രവർത്തനവും നിർത്തിവെക്കണം എന്നുള്ള കർക്കശമായിരിക്കുന്ന നിലപാടാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എങ്കിൽ ആ പ്രവൃത്തി ആദ്യം ചെയ്യേണ്ടത് ഇസ്രായേലാണ്. ഇസ്രായേലിൽ തുടങ്ങിയിട്ട് ആ പ്രവർത്തനമൊക്കെ നിർത്തിവെച്ചതിന് ശേഷമാണ് തങ്ങളുമായിട്ട് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞതോടുകൂടിയാണ് രണ്ട് കരാർ വ്യവസ്ഥയും ഏറെക്കുറെ നിശ്ചലമായി പോയത്, അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നത്. മൂന്നാമത് ഒരിക്കൽ കൂടി ഒമാനുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇറാൻ അത് സമ്മതിച്ചിട്ടുണ്ട്, അമേരിക്ക സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ അത് പൂർത്തീകരിക്കപ്പെടും എന്ന് ഒരു വിശ്വാസമൊന്നും അമേരിക്കയ്ക്ക് ഇപ്പോഴും ഇല്ല. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറമായിരിക്കും. അതിന് രൂപമുണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന് അമേരിക്കയ്ക്ക് തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ദുരന്തം മേഖല മുഴുവനും വ്യാപിക്കുമെന്നും സർവ്വ മേഖലയിൽ നിന്നും അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിനെതിരെ ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നും ഇസ്രായേലിനെ തന്നെ നേരിട്ട് ആക്രമിക്കാൻ വേണ്ടി ഇറാഖിലേക്ക് ഇറാൻ ആയുധങ്ങൾ കടത്തിയതായിരിക്കുന്ന വിവരം ഇതിൻ്റെ ഇടയിൽ പുറത്തു വന്നതാണ്. അത് ഒരു മേഖലാ യുദ്ധമായിട്ട് മാറുന്ന സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അമേരിക്ക ബോധിപ്പിച്ചത്. അത് ഏറെക്കുറെ അമേരിക്കക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതില്ലായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അമേരിക്ക ഒരു രാജ്യത്തെ ആക്രമിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സമ്മതത്തിനൊന്നും കാത്തിക്കില്ല, അല്ലെങ്കിൽ അവർക്കിടയിൽ ചർച്ചാ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, യുദ്ധം ചെയ്യലാണ് പതിവ്. അത് സദ്ദാം ഹുസൈൻ 3 തവണയെങ്കിലും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധവിരാമത്തെക്കുറിച്ചൊക്കെ ഒരു ചർച്ചയൊക്കെ നടത്തിയിരുന്നു. അതിലൊന്നും അന്നത്തെ പ്രസിഡൻ്റായിരിക്കുന്ന ജോർജ് ബുഷ് സമ്മതിച്ചിട്ടേ ഇല്ല. അവർ പറഞ്ഞ് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്നുള്ള. ബസറ വീണതിന് ശേഷം ബാഗ്ദാദിലേക്ക് അമേരിക്കയുടെ സൈനികർ പ്രവേശിക്കുന്നതിന് മുമ്പ് ഏകദേശം ഒരു 15 ദിവസത്തിലധികം ഒരു ഇടവേള പോലെ ഉണ്ടായിരുന്നു. ഈ ഇടവേളയിൽ മുഴുവൻ പല ഘട്ടത്തിലും പല രൂപത്തിലുമുള്ള ചർച്ച വന്നിരുന്നു. ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇറാഖിൻ്റെ പ്രതിനിധികൾ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിപ്പെട്ട് അത് ഇറാഖിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ എംബസി മുഖാന്തരം അവർ നേരിട്ട് കൊണ്ട് തന്നെ സർക്കാർ പ്രതിനിധികൾ ചർച്ച നടത്തി. പ്രശ്ന പരിഹാരത്തിന് വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന തരത്തിലൊക്കെ. കുവൈത്ത് പിടിച്ചടക്കിയതുമായി ബന്ധപ്പെട്ട് സദ്ദാം ഹുസൈൻ മാപ്പ് പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയായ രീതിയിൽ സാമ്പത്തിക നഷ്ടമുണ്ടെങ്കിൽ അത് വെച്ച് തരാൻ തയ്യാറാണ് എന്ന തരത്തിലൊക്കെ ചർച്ച നടത്തിയിരുന്നു. പക്ഷെ അത് സമ്മതിച്ചിട്ടില്ല. അതിൻ്റെ പിന്നീട് ഈ ബാഗ്ദാദിലേക്ക് ഇടിച്ചു കയറിയതും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഒരു യുദ്ധ പരിഹാരം ഉണ്ടാവാത്ത സാഹചര്യം വന്ന സമയത്ത് അതിൻ്റെ പ്രശ്നങ്ങൾ വർഷങ്ങളോളം മിഡിൽ ഈസ്റ്റിനെ ബാധിച്ചിട്ടുണ്ട്. ആ ബാധിക്കുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുക സൗദി അറേബ്യ ആയിരിക്കും. അവരുടെ എണ്ണ കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ടും എണ്ണ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ ഇതിന് സാരമായിട്ട് ബാധിക്കുമ്പോൾ ദശകോടികളുടെ നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലാക്കുന്നു. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, യുദ്ധവിരാമത്തിന് വേണ്ടിയിട്ട് യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു യുദ്ധസമാന സാഹചര്യങ്ങൾ ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തുകളും അതിൻ്റെ ദുരന്തങ്ങളും നമുക്ക് യഥാർത്ഥത്തിൽ കണക്ക് കൂട്ടാൻ പറ്റുന്നതിൻ്റെയും അപ്പുറമാണ് എന്നതിനാൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ വലിയ ശ്രമങ്ങൾ നടത്തും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. വിട്ടുവീഴ്ചക്ക് അമേരിക്ക തയ്യാറാവണം.
വിട്ടുവീഴ്ചയ്ക്ക് ഇറാനും തയ്യാറാണ്. അങ്ങനെ ആവുന്ന സമയത്ത് മാത്രമേ യുദ്ധമില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കൂ എന്നാണ് സൗദി അറേബ്യയുടെ നിലപാട് പറയുന്നതായി പത്രങ്ങൾ പറയുന്നത്. ഔദ്യോഗികപരമായ രീതിയിൽ സൗദി അറേബ്യ ഇപ്പോഴും ഇതിന് തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ രഹസ്യമായിരിക്കുന്ന പല സംഭവങ്ങൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പല രാജ്യങ്ങൾക്കിടയിലും നടക്കുന്നതിൻ്റെ ഭാഗമായി സൗദി അറേബ്യ ഇതിന് തയ്യാറായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.